എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ കുട്ടപ്പൻ അവൻ പെയിനുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റിലാണ്. അപ്പൊ അതേസമയം ഇവിടെ ഷിക്കമൊരു കിബ ഹിനട്ട അവരെല്ലാവരും ഇപ്പൊ കുട്ടപ്പന്റെ ഫൈറ്റ് നോക്കി അങ്ങനെ ഷോക്കായിട്ടിരിക്കും. ഹിനട്ട ആവട്ടെ അവള് വ്യാഹു കണ്ണുവെച്ച് അവിടെ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അവള് പറയും കുട്ടപ്പൻ ഒറ്റയ്ക്കാണ് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്, അവൻ നമുക്കൂടെ വേണ്ടിയാണ് ഇപ്പൊ ഫൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഉറപ്പായിട്ടും അവനെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ പോവെന്ന് പറഞ്ഞ് അവൾ ഉഷാറായിട്ട് കുട്ടപ്പന്റെ അടുത്തേക്ക് ഓടും. അതിന് ഷിക്കമൊരു വിളിച്ചു പറയും, ഹിനട്ടാ നീ അങ്ങോട്ട് പോവരുത്, അഥവാ നീ വില്ലന്മാരുടെ കയ്യിൽപ്പെട്ട കുട്ടപ്പന് അവന്റെ പണി ഇരട്ടിയാവും. അത് കേൾക്കുമ്പോ അവൾക്ക് ഒരുപാട് വിഷമായി. അവളിപ്പോ തിരികെ വരും. കുട്ടപ്പനാണെങ്കില് ഇവിടെ ടെൻഷനായിട്ട് നിൽക്കാണ്. കാരണം അവന്റെ 3 തവളകളും അടികിട്ടിയ ഹാങ് ഓവറില് ബോധം നഷ്ടപ്പെട്ട് അങ്ങനെ കിടക്കാണ്. സിറ്റുവേഷൻ കാണുമ്പോ തന്നെ ഇപ്പൊ പാത്തവളയ്ക്ക് മനസ്സിലാവും ഇനി ഗെഞ്ചിപ്സ് ഉപയോഗിച്ചാൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. തവള കുട്ടപ്പനോട് പറയും, നീ തൽക്കാലം അവരെ എങ്ങനെയെങ്കിലും തടഞ്ഞു വെക്കണം, അപ്പോഴേക്കും ഞാൻ പവർ അബ്സോർബ് ചെയ്ത് എങ്ങനെയെങ്കിലും ഗെഞ്ചിപ്സ് ക്രിയേറ്റ് ചെയ്യാം. ഒരു കാര്യം നീ മറക്കരുത്, നമ്മുടെ കയ്യിൽ ഇനി ബാക്കി ഒരേ ഒരു ഷാഡോ ക്ലൗൺ മാത്രമേ ഉള്ളൂ. അപ്പൊ മാത്തവള അതിപ്പോ പാത്തവളയോട് ചോദിക്കും, എങ്കിൽ നിങ്ങൾക്ക് നറൂട്ടോ കുട്ടപ്പന്റെ കുറച്ചുകൂടെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്തുകൂടായിരുന്നോ? അതിന് പാ പറയും, ആക്ച്വലി കുട്ടപ്പന്റെ കൺട്രോളില് 2 പേരെ മാത്രമേ എക്സ്ട്രാ കൊണ്ടുവരാൻ കഴിയൂ, അതിൽ കൂടുതൽ കൊണ്ടുവന്ന ആ സെയ്ഗ് ജിപ്സു അത് വർക്കൗട്ട് ആവില്ല. ഇവിടെ കുട്ടപ്പൻ അവൻ ചുറ്റും നോക്കും. അപ്പൊ ഓൾറെഡി 4 പെയിൻ ചത്തു മലച്ച് കിടക്കാണ്. അപ്പൊ യായിക്കോ പെയിൻ അവൻ കുട്ടപ്പനോട് പറയും, ആദ്യമായിട്ടാണ് എന്റെ 4 പെയിനുകളെ ഒരാൾ കൊന്നു കളയുന്നത്, ഉറപ്പായിട്ടും നിന്നെ ഞാൻ വെറുതെ വിടില്ല. കുട്ടപ്പൻ എന്തെങ്കിലും ചെയ്യും മുമ്പേ ഒരു പെയിൻ ഇപ്പൊ കുട്ടപ്പനെ അങ്ങനെ ലോക്ക് ചെയ്യാണ്. യായിക്കോ പെയിൻ അവൻ കുട്ടപ്പൻ നോക്കി ചിരിക്കും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, നിന്റെ 9 ടൈൽ പവറിനെ അതിന് എനിക്ക് ആവശ്യമുണ്ട്. കുട്ടപ്പൻ അത് കേട്ട് ചിരിക്കും. കുട്ടപ്പൻ പറയും, നീ അടിച്ച അടിയില് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാനിപ്പോ സെയ്ഗ് ജിപ്സുവിന്റെ പവറിലാണെന്ന് പറയുമ്പോ കുട്ടപ്പനെ ലോക്ക് ചെയ്ത ആ ഒരു പെയിൻ അവൻ ഒട്ടനെ ഇപ്പൊ കുട്ടപ്പന്റെ പവർ അത് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അല്പസമയം കഴിയുമ്പോ സെയ്ഗ് ജിപ്സ് ബ്രേക്കായി കുട്ടപ്പനാവട്ടെ അവൻ അങ്ങനെ തളർന്നു വീഴും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് പാത്തവളയും മാത്തവളയും അവർ ചക്ര പവർ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഗെഞ്ചിപ്സു ക്രിയേറ്റ് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ പതിയെ കണ്ണു തുറന്ന് ഇപ്പൊ വീണ്ടും അവൻ നേച്ചർ പവർ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അബ്സോർബ് ചെയ്ത് അവൻ വീണ്ടും ഇപ്പൊ സെയ്ഗ് ജിപ്സുലേക്ക് വരും. കുട്ടപ്പൻ കൂടുതൽ പവറില് ഇപ്പൊ സെയ്ഗ് ജിപ്സുലേക്ക് പോവും. അത് മനസ്സിലാക്കിയ പെയിൻ വീണ്ടും അവന്റെ പവർ അബ്സോർബ് ചെയ്യാണ്. അങ്ങനെ അബ്സോർബ് ചെയ്ത് ആ ഒരു സെയ്ഗ് ജിപ്സു അത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ആ ഒരു പെയിൻ അത് തവളയായി മാറി ഒരു വലിയ ശിലയായി അവിടെ ഫ്രീസായി പോവും. കുട്ടപ്പൻ ചിരിക്കും. അവൻ ആ കല്ല് തകർത്ത് ഇപ്പൊ പുറത്തേക്ക് വരും. സെയ്ഗ് ജിപ്സുവിന്റെ പവർ കണ്ട് ഇപ്പൊ യായിക്കോ അവൻ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. കുട്ടപ്പൻ ശ്വാസം വലിച്ചു വിടും. കാരണം ഇനി അവന്റെ മുൻപില് ഒരേ ഒരു പെയിൻ, യായിക്കോ പെയിൻ, അവൻ മാത്രമേ ഇപ്പൊ ജീവനോട് കൂടെ ബാക്കിയുള്ളൂ. പെയിനാണെങ്കില് കുട്ടപ്പന്റെ സെയ്ഗ് ജിപ്സു കണ്ട് കുറച്ച് പേടിയാവാനും തുടങ്ങും. കുട്ടപ്പൻ പറയും, ഇനി നീയും ഞാനും മാത്രമേ ബാക്കിയുള്ളൂ, നമ്മുടെ ബാറ്റില് അത് ആരംഭിക്കുകയല്ലേ. അപ്പൊ കക്ഷുകി ഇപ്പൊ കുട്ടപ്പനോട് പറയും, ഒന്നും മിണ്ടരുത്, ഇവരാരും റിയൽ അല്ല, നീ കൊന്നു കളഞ്ഞതും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ പോകുന്നവനും അവരെല്ലാവരും പപ്പടുകളാണ്. അപ്പൊ അതേസമയം പാത്തവള ആള് നേച്ചർ എനർജി അത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്ത് ഗെഞ്ചിപ്സ് ഉപയോഗിക്കാനായി ഇപ്പൊ പെയിന്റ് അടുത്തേക്ക് ഓടിയെത്തും. പക്ഷെ അപ്പോഴേക്കും യായിക്കോ പെയിൻ അവൻ ഹായ് ആയിട്ട് അവന്റെ പവർ ഉപയോഗിച്ച് പാത്തവളയെ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഉയർത്തിയെടുക്കും. അത് കണ്ട് കുട്ടപ്പന് അവന് ടെൻഷനാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഈനോ അവള് ഷിക്കമരുവിന്റെ അടുത്തേക്ക് വരും. അവൾ അസിസ്റ്റന്റ് ചേച്ചി മരിച്ച കാര്യം പറഞ്ഞ് ഇപ്പൊ കരയാണ്. അതിന് ഷിക്കമരു പറയും, നമുക്ക് വേണ്ടിയാണ് അവൾ അവളുടെ ജീവൻ ബലി കൊടുത്തത്, നമുക്ക് എന്ത് വില കൊടുത്തും റിയൽ പെയിനെ അവനെ കണ്ടുപിടിക്കണം, അവൻ ഈ ഗ്രാമത്തിൽ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരേ ഒരാൾക്കേ കഴിയൂ, അത് നിങ്ങൾക്ക് മാത്രമാണെന്ന് ഷിക്കമരു ഇപ്പൊ ഈനോച്ചി നോക്കി പറയും. അതിന് ഈനോച്ചി പറയും, ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അവന്റെ ചക്ര പവർ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. കട്ട് ചെയ്ത ഇവിടെ യായിക്കോ പെയിൻ അവനിപ്പോ പാത്തവളെ അവന്റെ റാഡ് വെച്ച് കുത്തി കൊല്ലും. അത് കണ്ട് കുട്ടപ്പൻ നോ എന്ന് പറഞ്ഞ് അലറിക്കരയും. ഉടനെ പെയിൻ അവൻ പായ വലിച്ചെറിഞ്ഞ് കുട്ടപ്പനെ ചവിട്ടി താഴെയിട്ട് അവന്റെ കയ്യില് അത് കുത്തി അങ്ങ് കയറ്റി അവന്റെ റെനിങ് കണ്ണുവെച്ച് കുട്ടപ്പനെ ഫ്രീസ് ചെയ്ത് നിർത്തും. കട്ട് ചെയ്ത ഈനോച്ചി ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. ഒരു സെക്കൻഡ് സ്ട്രൈക്ക് ആയിട്ട് ഈനോച്ചി പറയും, റിയൽ പെയിനെ അവനെ കണ്ടുപിടിക്കാൻ
എന്നെ കൊണ്ട് കഴിയും. ഈനോച്ചി പറയും, ഞാൻ ആ ബോഡി അത് ചെക്ക് ചെയ്തപ്പോ ഞാനൊരു വിഷ്വല് കണ്ടു. അതിലാരൊക്കെയോ ചേർന്ന് ഒരു ഡെഡ് ബോഡി അതും തൂക്കിയെടുത്ത് വലിയൊരു ടോളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിലേക്ക് കയറി ചെന്നു. കട്ട് ചെയ്ത ഈനോച്ചി ആള് പറയും, ചക്ര പവർ അത് ട്രാൻസ്മിറ്റ് ആവണമെങ്കില് ഒന്നുകില് വളരെ നിയറസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കില് വളരെ ഉയരം കൂടിയ ഒരു സ്ഥലത്ത് നിൽക്കണം. അതുകൊണ്ട് ഉറപ്പായിട്ടും റിയൽ പെയിൻ അവൻ ഒന്നല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ബിൽഡിങ്ങിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ലീഫ് വില്ലേജിൽ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയ ബിൽഡിങ്ങില് അവൻ ഒളിച്ചിരിക്കുന്നുണ്ടാവും. അതിന് ഷിക്കമരു പറയും, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വലിയ ബിൽഡിങ്ങുകൾ അവ കണ്ടുപിടിച്ച് നമുക്ക് അന്വേഷണം ആരംഭിക്കാം. കട്ട് ചെയ്ത ഇപ്പൊ യായിക്കോ പെയിൻ അവൻ കുട്ടപ്പനോട് പറയും, എന്റെയും നിന്റെ മാസ്റ്റർ ജിറയയുടെയും ആഗ്രഹം ഒന്നായിരുന്നു. മാമനെ കൊണ്ട് അത് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷെ ഞാൻ അത് ഫുൾഫിൽ ചെയ്യും. ഈ ലോകത്ത് സമാധാനം അത് ഞാൻ പുനഃസ്ഥാപിക്കും. അത് കേട്ട് കുട്ടപ്പൻ അവൻ ദേഷ്യപ്പെട്ട് പറയും, നീയാണോ സമാധാനം അത് പുനഃസ്ഥാപിക്കാൻ പോകുന്നേ? എല്ലാം നശിപ്പിച്ചുകൊണ്ടാണോ നീ സമാധാനം അത് പുനഃസ്ഥാപിക്കുന്നേ? എന്റെ മാസ്റ്ററെ കൊന്നു, എന്റെ ഫ്രണ്ട്സിനെ കൊന്നു, എനിക്ക് വേണ്ടപ്പെട്ട എന്റെ ഗ്രാമത്തിലുള്ള ഒരുപാട് പേരെ നശിപ്പിച്ചു. അവസാനം എന്റെ ഗ്രാമം പോലും നീ ഇല്ലാതാക്കി. അതിന് പെയിൻ ചിരിക്കും. അവൻ ചോദിക്കും, അതിരിക്കട്ടെ, നിന്റെ ലക്ഷ്യം അതെന്താണ്? അതിന് കുട്ടപ്പൻ, ആദ്യം ഞാൻ നിന്നെ തല്ലിക്കൊല്ലും, അതിനുശേഷം ഞങ്ങളുടെ ഗ്രാമത്തില് സമാധാനം അത് ഞാൻ തിരികെ കൊണ്ടുവരും. അതിന് പെയിൻ പറയും, നിന്റെ ആഗ്രഹം നിനക്കും നിന്റെ ഗ്രാമത്തിനും സമാധാനം വേണമെന്നാണ്. അതുപോലെ തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത്. പക്ഷെ എന്റെ ഗ്രാമത്തെ നിങ്ങളാണ് നശിപ്പിച്ചു കളഞ്ഞത്. അത് കേട്ട് ഇപ്പൊ കുട്ടപ്പൻ ഷോക്കാവും. അവൻ പറയും, ലാൻഡ് ഓഫ് ഫയറും ലാൻഡ് ഓഫ് ലീഫ് വില്ലേജും ചേർന്ന് പവറിനു വേണ്ടി പരസ്പരം ഏറ്റുമുട്ടി. പക്ഷെ അതിൽ നഷ്ടമായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാമമാണ്. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ തല്ലി നശിപ്പിച്ചത് ഞങ്ങളുടെ ഹിഡൻ റൈൻ വില്ലേജ് ആണ്. അന്ന് ഇതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരന്റ്സിന് നഷ്ടപ്പെട്ടു, ഫ്രണ്ട്സിന് നഷ്ടപ്പെട്ടു, ഗ്രാമത്തിലുള്ള എല്ലാവരെയും നഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഗ്രാമം പോലും നശിച്ച് നാമാവശേഷമായി മാറി. ഈ ഞാനും ഇപ്പോ തുല്യ ദുഃഖിതരാണ്. നമ്മൾ രണ്ടുപേരും സമാധാനം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ ഞാൻ ചെയ്തത് അത് തെറ്റാണെങ്കിൽ അന്ന് നിങ്ങൾ ചെയ്തതും വലിയ തെറ്റാണ്. ഞങ്ങൾ അന്ന് അനുഭവിച്ച വേദന ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നു. ആരൊക്കെ മരിച്ചാലും ആരൊക്കെ ജനിച്ചാലും ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്. ആരും ആരെയും പരസ്പരം സഹായിക്കില്ല. ലോകത്തിൽ വെറുപ്പും അസൂയയും വൈരാഗ്യവും ദേഷ്യവും മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്. അത് കേൾക്കുമ്പോ ഇപ്പൊ കുട്ടപ്പന് മാമൻ പറഞ്ഞ കാര്യം ഓർമ്മ വരും. അപ്പൊ ഫ്ലാഷ് ബാക്കില് ഇപ്പൊ മാമൻ പറയും, ഈ നിഞ്ച വേൾഡില് എല്ലാവർക്കും പരസ്പരം വെറുപ്പാണ്. ആ ഒരു വെറുപ്പ് അതിനെ എപ്പോ ഇല്ലാതാക്കാൻ കഴിയുന്നോ അപ്പൊ മാത്രമേ നമ്മുടെ ലോകത്ത് സമാധാനം ഉണ്ടാവൂ. മാമൻ പറയും, ഞാൻ നിന്നെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്, നിന്നെ കൊണ്ട് മാത്രമേ അതിന് കഴിയൂ. അതിന് കുട്ടപ്പൻ പറയും, ഉറപ്പായിട്ടും മാസ്റ്ററിന് ഇഷ്ടം അത് ഞാൻ നിറവേറ്റും. കട്ട് ചെയ്ത കുട്ടപ്പൻ ഇപ്പോഴായിരിക്കും മാസ്റ്റർ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാവുക. അപ്പൊ യായിക്കോ അവൻ കുട്ടപ്പനോട് ചോദിക്കും, നീ എങ്ങനെയാണ് ഈ വെറുപ്പിനെയും ശത്രുതയെയും ഇല്ലാതാക്കുക? എനിക്കതിന്റെ ഉത്തരം അത് നീ പറഞ്ഞു തരണമെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ അവൻ പറയും, എനിക്കൊന്നും പറയാനില്ല. അതിന് പെയിൻ പറയും, ഈ ലോകത്തില് സമാധാനം പുനഃസൃഷ്ടിക്കാനാണ് അക്കാസ്കി ടീം പോലും ഞാൻ ക്രിയേറ്റ് ചെയ്തത്. മാത്രമല്ല ടെയിൽഡ് ബീസ്റ്റുകളുടെ പവർ ഉപയോഗിച്ച് വലിയൊരു ടെയിൽഡ് ബീസ്റ്റ് വെപ്പൻ അതുണ്ടാക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. ആ വെപ്പൻ ഉപയോഗിച്ച് ഞാൻ ഈ ലോകത്തിന്റെ പകുതി ഭാഗം തന്നെ നശിപ്പിച്ചു കളയും. അത് കണ്ട് പിന്നീട് ജനങ്ങളെല്ലാവരും എന്നെ കണ്ട് പേടിക്കാൻ തുടങ്ങും. അതിലൂടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സമാധാനം അത് ഞാൻ തിരികെ പിടിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇപ്പൊ നാഗട്ടോയെ കാണിക്കുകയാണ്. അവന്റെ വായിലൂടെ ഇപ്പൊ രക്തം തുളുമ്പി അവൻ അങ്ങനെ നിൽക്കും. കോണോൻ അവനോട് പറയും, നീ ഒരുപാട് സ്ട്രെസ് എടുക്കരുത്, അത് വലിയ അപകടമാണ്. അതിനവൻ പറയും, ഇപ്പൊ ലോകത്തിന്റെ സമാധാനം അതെന്റെ കയ്യിലാണ്. അത് പറഞ്ഞ് അവൻ വീണ്ടും രക്തം ഛർദ്ദിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.